ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു AJ Star. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് കളിക്കുന്നത് ദ കേഴ്സ്ഡ് ഡൈനോസർ തന്നെയാണ്. ഞാൻ ഇന്ന് വേറൊരു ഡൈനോസർ ആയിട്ടാണ് വന്നിരിക്കുന്നത്, കോയിലോഫിസിസ്. ഇതെന്താണ്, കോഴിയാവോ? പിന്നെ ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഡൈനോസർ ആണ്. ഇതാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നതിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഡൈനോസർ. സോ നേരെ ഗെയിം പ്ലേയിലേക്ക് കടക്കാം. നമ്മൾ സാൻഡ് ബോക്സ് സെർവർ ആണ് ചൂസ് ചെയ്തത്. സോ നേരെ ഗെയിം പ്ലേയിലേക്ക് കടക്കാം. ഓക്കെ, ഇതാണ് നമ്മളിപ്പോ മാപ്പിൽ എവിടെയാ? നമുക്ക് അങ്ങോട്ട് പോവാ. ഓക്കെ, അയ്യോ സ്വിച്ച് മാറി. ചാടുന്നതിന് സ്വിച്ചിന് പകരം ഞാൻ അറിയാതെ ഉറങ്ങുന്നതിന് സ്വിച്ച് അറിയാതെ തൊട്ടുപോയി. ഗ്രോത്ത് 2%. 14 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മൾ വലുതാവുന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നടക്കുന്നതിൻ്റെ ശബ്ദമാണ്. ഞാൻ വിചാരിച്ചു വേറെ ഡൈനോസർ നടക്കുന്നതിൻ്റെ ആണ്. പിന്നെ ഇന്നൊരു ചലഞ്ച് ഉണ്ട്. ഈ ഡൈനോസർ വെച്ചിട്ട് ഫുൾ ഗ്രോത്ത് വരെ നമ്മൾ എത്തിച്ചാൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, നമ്മൾ അങ്ങോട്ട് തന്നെയാണ് പോകേണ്ടത്. ഷെയർ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, സബ്സ്ക്രൈബും ലൈക്കും ചെയ്താൽ മതി. സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ ലൈക്ക് മാത്രം ചെയ്താൽ മതി. ഓക്കെ, അതാണ് ഇന്നത്തെ നമ്മുടെ ചലഞ്ച്. നിങ്ങൾ വിചാരിക്കുന്ന ഈ ഡൈനോസറിനെ കൊണ്ട് സർവൈവ് ചെയ്യാൻ ഭയങ്കര ഈസിയാണ്, പക്ഷേ ഈസി അല്ല. ഇവിടെ കുറേ വലിയ ഡൈനോസർ ഉണ്ട്. അവരുടെ കയ്യിൽ നമ്മൾ പെടാതെ വേണം നടക്കേണ്ടത്. അത് കുറച്ച് കഷ്ടമുള്ള കാര്യമാണ്. കുറച്ചല്ല, അധികം കഷ്ടമുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ സ്റ്റാമിനയും ഫുഡ് വാട്ടറൊക്കെ നോക്കണം. ഓക്കെ, മാപ്പ്. നമുക്ക് അങ്ങോട്ട് പോവാം. നമുക്ക് മല ചുറ്റി കയറാം. ഭക്ഷണം കിട്ടുന്നത് മാപ്പിന്റെ ടോപ്പിലാന്ന് തോന്നുന്നു. അങ്ങോട്ട് പോണ്ട, നമ്മളെങ്ങോട്ടാ നിൽക്കണേ? എന്നിട്ട് നമുക്ക് തിരിച്ചു പോകണോ? അവിടെ മുകളിൽ ആരോ ഉണ്ടല്ലോ. നമ്മൾക്ക് ഇങ്ങനെ കറങ്ങിപ്പോണം. നമുക്ക് അതിലൂടെ പോവാം. ആ മുകളിൽ നിങ്ങൾ കണ്ടോ? അവിടെ ആരോ ഉള്ളത് പോലെ. അത് പാറയാണോ? പാറയാന്ന് തോന്നുന്നു. അപ്പോ ഇപ്പൊ കാണുന്നില്ല. നമുക്ക് ഇതിലൂടെ പോവാ. ബാക്കിൽ നമ്മളാരും ഫോളോ ചെയ്യുന്നില്ല തോന്നുന്നു. ഫുഡിന്റെ ലെവലാണ് നമ്മൾക്കിപ്പോൾ കുറഞ്ഞു വരുന്നത്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് തിരിയണം. ഇതൊക്കെ ഇതിലൂടെ വട്ടം ചുറ്റി കിടക്കണം. ഓക്കെ, എവിടെയോ എത്തി. ഇനി നമുക്ക് അങ്ങോട്ടാ പോണ്ടേ. നമുക്ക് ഈ പുല്ലിലൂടെ പോവാ. ഇവിടെ വലിയ ഡൈനോസർ വന്നാൽ പ്രശ്നമാണ്. ഇനി ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഞാൻ ഈ ഇമോജി ഇട്ട് കൊടുക്കും. നല്ല ഇമോജി, ചിരിക്കണ ഇമോജി. ഇത് നിങ്ങൾക്കറിയില്ലെങ്കിൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു പ്ലാന്റ് ഇല്ലേ, അത് എന്താ, ഇതിൽ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയനും ഉണ്ട്. ഇത് വെജിറ്റേറിയന് കഴിക്കാനുള്ള ഫുഡാണ്. സോ അടുത്ത പ്രാവശ്യം കളിക്കുമ്പോൾ ഞാൻ വെജിറ്റേറിയനായിട്ട് വരുന്നുണ്ട്. നമ്മളിപ്പോൾ കളിച്ചിട്ടുള്ളതിലെല്ലാം നോൺ വെജാണ്. ഓക്കെ, നേരെ അങ്ങോട്ട് തന്നെ പോകണം. നമുക്ക് ചുറ്റി പോവാം. പുഴ അടുത്തുണ്ട്.
അത് കടലാണ്. അതിന്റെ അപ്പുറത്ത് പിന്നെ മാപ്പില്ല. നമുക്ക് പോവാ. ഇവിടെ ആരെങ്കിലും ഉണ്ടാവോ? ഇവ കുറച്ച് ഓട്ടക്കാരലാണ്, അതുകൊണ്ട് പ്രശ്നമില്ല. ഓക്കെ, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ പാക്കിലേക്ക് ചേരാൻ എന്നെ നമുക്ക് എവിടേക്ക് പോകണം? അമ്മേ, അവിടെ ആരോ പോയല്ലോ. അതാണോ എൻ്റെ ഫ്രണ്ട് ആയത്? ആർക്കറിയാ? അവിടെ കിടന്നാ മനസ്സിലാവുമായിരുന്നു. അമ്മേ, വേണോ? വെറുതെ ആണോ? തിരിച്ചു പോവാ. ആ കാർണോട്ടോറസിനെ പോലെ ഉണ്ട്. ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടില്ല. വലിയ ഡൈനോസറാണ്, അതെനിക്ക് മനസ്സിലായി. എൻ്റെ സ്റ്റാമിന തീർന്നു വരുന്നു. ഈ സ്റ്റാമിന കൂടണം. നമ്മൾ ഇതിലൂടെ നടന്നു പോയാൽ മതി. ഭക്ഷണം അവിടെ ഉണ്ടാവും, ആ നദിയുടെ അപ്പുറത്ത്. അതിലൂടെ പോവാം നമുക്ക്. അതാണ് നമുക്ക് ഈസി വേ. ഇപ്പോൾ ഗ്രോത്ത് എത്രയായി? 39%. ഫ്ലോക്കിൽ എന്തോ ഉണ്ടല്ലോ. ടീറാനോസ്. എന്നെ ഒരുത്തൻ പാക്കിൽ വിളിച്ചില്ലായിരുന്നു. ആ പാക്കിലാണെങ്കിൽ ടീറക്സ് ഒക്കെ ഉണ്ട്. എൻ്റെ പൊന്നോ, ടീറാനോസോറസ് അല്ലേ. പിന്നെ ഡൈനോസർ അത്രേ ഉള്ളൂ. പിന്നെ ട്രിസറാറ്റോപ്സ്, ഏതൊക്കെയോ ഡൈനോസർ. ഭക്ഷണം കുറഞ്ഞു വരുന്നു. എൻ്റെ പൊന്നോ, ഇവിടെ ഒരു ഭക്ഷണം ഇല്ല. നമുക്ക് ഏറ്റവും ടോപ്പിൽ പോകേണ്ടി വരും. അവിടെ എത്തുമ്പോഴേക്കും എൻ്റെ കാര്യം തീരുമാനമാവും. അയ്യോ, അവിടെയൊക്കെ സ്പൈനുകളുടെ കൂട്ടമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അവിടെ പുഴയാ അതിൻ്റെ അപ്പുറത്ത്. അയ്യോ, വലിയ ഡൈനോസറിനൊക്കെ എപ്പോഴാ കിട്ടുക? ഇതിന്റെ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ആക്കി തീരാൻ എത്ര നാളെടുക്കും? ഞാൻ ടാസ്ക് കംപ്ലീറ്റ് ആക്കി ഇപ്പം 5000 കോയിൻ ആയതേ ഉള്ളൂ. പിന്നെ എൻ്റെ ആഗ്രഹം കാർണോട്ടോറസ് അങ്ങനത്തെ ആൾക്കാരെ എനിക്ക് വാങ്ങിക്കാൻ ഇഷ്ടം. ടീറക്സ്, കാർണോട്ടോറസിന് 90,000 എങ്ങനെയാണ്. ഇവിടെ ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാവും. അവിടെ മാപ്പ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങോട്ട് തന്നെ ഭക്ഷണം ഉണ്ടാവും. ഓക്കേ, ഇവിടെ പുഴ വരുന്നുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിൽ പുഴ ഉണ്ട്. അപ്പം ചിലപ്പോൾ ഇവിടെ ഭക്ഷണം ഉണ്ടാവും. ചിലപ്പോൾ. അതിന് മുമ്പ് നമ്മൾ ഡെഡ് ആവുന്നാ തോന്നുന്നത്. ഡെഡായാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കും. സ്റ്റാമിന ഒന്ന് കയറടേ. 60%. അത്രയും നേരം സർവൈവ് ചെയ്യൂല. എടാ, എൻ്റെ വിശപ്പ് കാരണം ഇവിടെ എവിടെയെങ്കിലും സ്പോൺ അവിടെ. ഇവിടെ ചിലപ്പോൾ സ്പോൺ ആവുന്ന തോന്നുന്നത്.
അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തന്നെ വന്ന്. ഇതിലൂടെയൊക്കെ ഞാൻ പോകുമ്പോൾ ഭക്ഷണം കിടക്കുന്ന കാണാം. ചിലത് കൊന്നിട്ടത്, ചിലത് സ്പോൺ ആയതാ തോന്നുന്നു. ഒറ്റയ്ക്ക് സ്പോണാവും. കണ്ണിലേതെങ്കിലും ഭക്ഷണം കാണണ്ടേ? ഭക്ഷണം ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഡെഡായെന്ന് ഉറപ്പിച്ച് ഞാൻ അറ്റാക്ക് ചെയ്യാകൂ. ഭക്ഷണത്തിന്റെ ലെവല് കുറഞ്ഞു വരുന്നു. നമ്മൾ ഡെഡായിന്ന് ഉറപ്പിച്ച് 4 മിനിറ്റും കൂടെ നിന്നാലും അഡൽട്ട് ആവുമായിരുന്നു. എന്നാൽ ചലഞ്ച് കംപ്ലീറ്റ് ആക്കായിരുന്നു. ഏയ് അമ്മേ, പണ്ടാരമ്മേ മമ്മി. എടാ, ഞാൻ എൻ്റെ കൂട്ടുകാരനാടാ. ചങ്ങായി. ആ, എൻ്റെ ഫ്രണ്ടാലേ. ഫ്രണ്ട്. ആ, എൻ്റെ ഫ്രണ്ടടാ. ഫ്രണ്ട്സാ, ഞങ്ങൾ ഫ്രണ്ട്സാ. ഫുഡ് വേണം മച്ചാനെ. ഫുഡ് നടിച്ചു നോക്കട്ടെ. ഫുഡ് ഫുഡല്ല, ഫുഡ്. ഡെഡായി. അമ്മേ, ഇവനെന്താ അറ്റാക്ക് ചെയ്യല്ലേടാ? എടാ, എന്നെ വായിൻ്റെ ഒത്താക്കല്ല, എനിക്ക് ഫുഡ് വേണോ? അയ്യോ, ബ്ലോക്കിൽ വേറെ ആരോ. പടതിമാന. ഫുഡ്. എടാ, ഫുഡ് എനിക്ക് ആരും കിട്ടും. ഫുഡ് കിട്ടും മച്ചാനെ. അവനെ പിടിക്കടാ. അവനെ പിടിക്ക. എൻ്റെ ഭക്ഷണം കുറഞ്ഞ് ഞാൻ ചത്തുപോകും. ഫുഡ്. എന്നെ കൊല്ലുന്നടാ മച്ചാനെ. ഞാൻ കടിച്ചു വീണു. എനിക്ക് ഒരു അടി കടിക്കാൻ പറ്റുന്നില്ലല്ലോ. എൻ്റെ കഥ തീർന്ന്. എൻ്റെ ചാട്ടം കുറച്ച് കൂടിയും നമ്മളിന്ന് ചാവും. അമ്മേ, ആള് മാറി, സ്ഥലം മാറി. കടിക്കാൻ പറ്റണില്ല. ഞാൻ ഇപ്പൊ കടിക്കും. കടിച്ച് കൊല്ലടാ. അമ്മ, എൻ്റെ കഥ എന്നെ കടിക്കല്ലടാ. അയ്യോ, തീർന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അതായത് നമ്മൾ ഡെഡായിട്ടുണ്ട്. മറ്റവൻ എന്നെ കൊന്ന്. കുറച്ച് നേരം കൂടെ സർവൈവ് ചെയ്താൽ മതിയായിരുന്നു. അവരെ കൊന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തൊരു വിദ്യയായിപ്പോയി. ഞാൻ ചത്തുപോയി. സോ ഇന്ന് നമ്മൾ ഡെഡായിട്ടുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.